മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഹോളി ആഘോഷിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ലാസ്റ്റ് ഇയറിലെ ഹോളിയാണ് ഗൈസ്. ഞങ്ങൾ അടിച്ച് പൊള്ളിച്ച് ഇവിടെ താടാൻ പോകും. ഇന്ന് നിമ്മയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. സോ മച്ച്. സോ ബാക്കി വിവരങ്ങളാണ് നമ്മൾ അവിടെ പോയിട്ട് കാണിക്കുന്നതായിരിക്കും. ബൈ ബൈ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ലീന ചേച്ചി നീമയുടെ മുഖത്ത് എംസാൻഡ് പോലത്തെ എന്തോ സാധനം തേച്ച് കൊടുത്തിട്ടോ. പിന്നെ എൻ്റെയും കാവ്യയുടെയും വർഷയുടെ ഒക്കെ മുഖത്തായി. ഞങ്ങളെന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ 4th ഇയറാണ്, ലാസ്റ്റ് ഇയറാണ്. ഇനിയൊരു ഹോൾ LNCP ഉണ്ടോ എന്ന് അടുത്ത വർഷം അറിയാം. കാരണം PGക്ക് ഇനി വരണോ വേണ്ടത് നമ്മൾ തീരുമാനിക്കുന്ന അടുത്ത വർഷമാണ്. ഒരു കോളേജും കിട്ടിയില്ലെങ്കിൽ മാത്രമേ LNCP വരാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് പിന്നെ നോർത്ത് ഇന്ത്യൻസിനോ മല്ലൂസിനോ ഒന്നും വേർതിരിവില്ല കേട്ടോ. അല്ല, ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയാൽ മതി കേട്ടോ. ശിവ ഒരു പൂജാരിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനാണ് കേട്ടോ ഹോമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ദത്ത സാറ് വന്ന് കൂടി അതിനെ പന്തം കത്തിച്ച് വിടാനാണ് കേട്ടോ. മൊത്തം ചൂട്ടുകൊണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. ഇത് തീ കത്തിച്ച് വിട്ട ശേഷമാണ് ഹോളി സ്റ്റാർട്ട് ചെയ്യുക ശരിക്കും. അപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന കളർ പൊടികളൊക്കെ അവരപ്പോഴേ എടുത്തു തുടങ്ങുള്ളൂ കേട്ടോ. ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഫസ്റ്റ് ഹോളി ആയതുകൊണ്ട് തന്നെ അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമ്മുവും പ്രാർത്ഥനയും ജിഷ്ണയും ദിയമോളൊക്കെ ഉണ്ടായിരുന്നേ. ഹോളിക്ക് എപ്പോഴും നമ്മൾ അഴുക്ക ഡ്രസ്സ് ഇട്ട് വരുന്നതാണ് നല്ലത്. കാരണം ആ ഡ്രസ്സൊന്നും ഇട്ട് തിരിച്ച് പോകാനേ പറ്റില്ല, കീറി പറിച്ച് കളയുവന്മാരൊക്കെ. ഇതിങ്ങനെ ആളി കത്തുന്ന ഒരു നിമിഷം നമ്മൾ നോക്കി വെയിറ്റ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഓടിപ്പോകുന്നത് കളർ പൊടി വാരിയെടുക്കാനാണ് കേട്ടോ. കാരണം അവിടെ പെട്ടെന്ന് തീർന്നു പോവേ. സാറുമാരൊക്കെ ഒരുപോലെ നമ്മുടെ അവിടെ കൂടുന്നത് ഹോളി സമയത്താണ് കേട്ടോ. എല്ലാ സാറുമാരും, ദത്ത സാറ് പ്രിൻസിപ്പളാണ്, സാറ് നമ്മുടെ കൂടെ കൂടും. ഗ്യാങ്വാർ സാറ്, സുധീഷ് സാറ്, അശുതോഷ് സാറ്, ബുരുൽ സാറ്, അങ്ങനെ എല്ലാ സാറുമാരും ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗേൾസൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ആഘോഷങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം എപ്പോഴും അടിച്ചു പൊളിക്കും കേട്ടോ. വളരെ കുറച്ച് പേരുണ്ടെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ഹാപ്പിനെസ് കണ്ടുപിടിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക. ഇത് തന്നെയാണ് നമ്മുടെ പരിപാടി. എൻ്റെ 4 വർഷത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഹോളി ആഘോഷിച്ചത് പറഞ്ഞത്. കാരണം കഴിഞ്ഞ 3 വർഷം ഞാൻ ആ സമയം ഓൾ ഇന്ത്യ പോയിട്ടുണ്ടാവും. അപ്പോൾ കാണാനേ പറ്റാറില്ല ഹോളി. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എൻജോയ് ചെയ്യണം എന്ന് വിചാരിച്ച് രാവിലെ ഉറക്കണിട്ട് എത്തിയതാണ് കേട്ടോ. പിന്നെ അവിടെ ഞങ്ങൾക്ക് കഴിക്കാൻ കുറച്ച് സ്നാക്സ്, ലഡുവും പിന്നെ മിച്ചറും ബിസ്ക്കറ്റും ചായയൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഫുഡെന്ന് പറഞ്ഞ് ചാടി വീഴുന്ന ഞങ്ങൾ ഈ കളർ പൊടി ഇടുന്നതിൻ്റെ തിരക്കായതുകൊണ്ട് ഞങ്ങളാരും അത് തിരിഞ്ഞുപോലും നോക്കാൻ സമയം കിട്ടില്ലായിരുന്നു കേട്ടോ. കുറച്ച് ലഡുവൊക്കെ ആരൊക്കെ കൊണ്ട് വായിൽ വെച്ചിരുന്നു. അതും കളർ പൊടി അതിനകത്ത് മിക്സാക്കിയാണ് തന്നത് കേട്ടോ. ഞങ്ങൾക്ക് 4 ബാച്ചാണ് BPEഡിൽ വരുന്നത്. പിന്നെ PGയിലെ 2 ബാച്ച്. BPEഡ് സെക്കൻഡ് ഇയേഴ്സ് ഇൻറ്റേൺഷിപ്പിന് സ്കൂളിൽ പോയിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ കുറവുണ്ടായിരുന്നു. അല്ലെ അവരുടെ പെൺപിള്ളേരും പയ്യന്മാരും കൂടെ ചിലപ്പോൾ കുറച്ചുകൂടെ ക്രൗഡ് ആവുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 1-2 മണിക്കൂറത്തെ ആഘോഷത്തിന് ശേഷം ആ റൂമിലോട്ട് പോവാം. കൈ കിട്ടി ഒരു ഓവർ ബിസ്ക്കറ്റും കുറച്ച് മിച്ചറും ലഡുവായിട്ട് ഞാൻ അതാ പോകാം കേട്ടോ. പല്ലിൽ വരെ എൻ്റെ ഫുൾ കളറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ റൂമിൽ വന്നതിന് ശേഷം തല മൊത്തം ഭയങ്കര ഫ്രഷ്നെസ് ആയിരുന്നു. എണ്ണ ഇട്ട് കൊടുക്കലും കുമ്മായപ്പൊടിയുടെ ചേലും ഉണ്ടോ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ.